അത് എന്താണ് യാഥാർത്ഥ്യമെന്നറിയാൻ, മനസ്സിലാക്കാൻ, അതോടൊപ്പം തന്നെ അതിന്റെ മറുപടി കണ്ടെത്തുവാൻ നാം എത്രത്തോളം ശ്രമിച്ചു. ഇവിടെ നമ്മളില്ലെങ്കിൽ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ, മുസ്തഫ തൻവീർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ടീം ഉണ്ടായി വന്നേക്കും. പക്ഷേ നമ്മളോ, നമ്മുടെ മനസ്സിലും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ ധാരണകൾ തന്നെയോ? ഈ ധാരണകൾ വളർത്തുന്നതിൽ ഇസ്ലാമിന്റെ ശത്രുപക്ഷം വിജയിച്ചു കഴിയുന്നുവോ? ഇവിടെ തന്നെയാണ് പ്രൊഫഷണലുകൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെ പ്രവർത്തനം. നമുക്ക് നമ്മുടെ ഇന്ററാക്ഷനുകളിലൂടെ, നമ്മുടെ കഴിവുകളിലൂടെ തീർച്ചയായും നിങ്ങൾ വളർത്തിയെടുത്ത റിസർച്ചിന്റെ സംസ്കാരം കടന്നു വരേണ്ടതുണ്ട് ഈ സ്ഥലങ്ങളിൽ. റിസർച്ച് നടക്കുമ്പോൾ അത് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠിക്കുവാൻ ഇന്ന് നെറ്റിനെ പോലെയുള്ള ഇൻഫർമേഷൻ ഹൈവേകൾ നമുക്ക് സഹായകമായി നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ നമ്മൾ സന്നദ്ധമാണോ എന്നതാണ് പ്രശ്നം. നാം സന്നദ്ധമായാൽ ഉത്തരങ്ങൾ ലഭിക്കുവാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ നാം നമ്മുടെ സമയത്തിന്റെ ചെറിയൊരു ശതമാനമെങ്കിലും അതിനുവേണ്ടി ചെലവഴിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള കൂട്ടായ്മകൾ MSMനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഭാഗതയും നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണത്തിന് നമുക്ക് സാധിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിനുള്ള നന്ദിയായി തീരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങള് അതിന്റെ അടിത്തറ കണ്ടെത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുക്കുമൂലകൾ പരതിക്കൊണ്ട് ആ മുക്കുമൂലകളിലെ സംഭവങ്ങളെ തെറ്റായ സ്രോതസ്സുകളിലത് തെറ്റായ തലങ്ങളിൽ ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ വളരെ മോശമായി അവതരിപ്പിച്ച് ഒരു ബുദ്ധിജീവി സമൂഹത്തിൽ പോലും ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മോശമായ ധാരണയുണ്ടാക്കുവാൻ വേണ്ടിയുള്ള വ്യാപകമായ പരിശ്രമം നടക്കുമ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെതാണോ മുടി അല്ലയോ എന്നുള്ള വ്യാപകമായ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ എന്നാൽ ഒരു മുടിയാണെന്നും ആ മുടി മുക്കിയ വെള്ളമാണ് എന്നും തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഞാൻ പറഞ്ഞ സ്റ്റീഫൻ സ്ക്വാർട്സും അതേപോലെ ഡോക്ടർ അൽഗാറുമെല്ലാം എവിടെ നിന്നാണോ ആരംഭിച്ചത് അതേ തലത്തിലേക്ക് കേരളീയ മുസ്ലിങ്ങളെയും ആപ്പതിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഭൗതികമായ ഇടപെടലുകൾ നടക്കേണ്ടത്. നമുക്ക് കഴിയേണ്ടത് അവിടെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ ആത്മാർത്ഥമായി മുങ്ങിത്തപ്പാൻ നമുക്ക് സാധിച്ചാൽ ഇസ്ലാമിനെതിരെയുള്ള ഏതേത് വിമർശനങ്ങൾക്കാണെങ്കിലും നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയും. പക്ഷേ ആ മറുപടികൾ നമ്മുടെ മറുപടികളായി തീരുകയാണ്. നമ്മുടെ സദസ്സുകൾക്കകത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളായി തീരുകയാണ്. പകരം പഠിക്കുന്ന, വായിക്കുന്ന, മനസ്സിലാക്കുന്ന മീഡിയകൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറക്ക് അത് സംവേദനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ റിസർച്ചും നമ്മുടെ പഠനങ്ങളുമെല്ലാം ഇത്തരം വേദികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. അതിനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടായി വരേണ്ടത് ആ ഒരു തലമാണ്. ഇസ്ലാമിക റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹാപ്രയാസകരമായ ത്യാഗമേറെ ആവശ്യമുള്ള പ്രവർത്തനം ആണ് എന്നുള്ള തലത്തിൽ നിന്ന് പോയി നമ്മുടെ മേശപ്പുറത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരല്പം സമയം നമ്മൾ ചെലവഴിച്ചാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി നാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗണിതശാസ്ത്ര പ്രശ്നത്തിൽ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അതേ മെത്തഡോളജി, അതേ തലച്ചോറ് ഉപയോഗിച്ച് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ എല്ലാ ഉത്തരങ്ങളും തുറന്നു കിടക്കുമ്പോൾ നമ്മുടെ പ്രൊഫഷണലുകൾ എന്നുള്ള നിലക്ക് നമുക്ക് നിർവഹിക്കേണ്ട ബാധ്യത അവിടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട നാർസിസിസ്റ്റായി മാറിക്കഴിഞ്ഞിട്ടുള്ള ആത്മാരാധനയുടെ ആളുകളായി തീർന്നു കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം അവതരിപ്പിക്കുക എന്ന ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. അത് ഏറെ പ്രവർത്തിക്കുന്ന തീർച്ചയായും നാർസിസിസം മനുഷ്യന്റെ ആത്മീയതക്കെതിരാണ്. മനുഷ്യൻ കേവലം ശരീരമല്ല ആത്മാവ് കൂടിയുള്ളതാണ് എന്ന് നമുക്കറിയാം.
ശരീരത്തെ മാത്രം നോക്കിയ മുതലാളിത്ത സമൂഹത്തിൽ ഈ ആത്മീയമായ ദാരിദ്ര്യമുള്ളത് കൊണ്ട് തന്നെ ആ ആത്മീയ ദാരിദ്ര്യത്തിന്റെ പരിഹാരം അന്വേഷിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ മുന്നിൽ ആത്മീയ വ്യാജന്മാരുടെ വിളയാട്ടമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഗുരുജിമാരും ഡബിൾ ശ്രീ ഗുരുജിമാരും ആത്മീയാചാര്യന്മാരും അമ്മമാരും മുടി വിൽപ്പനക്കാരും അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇൻസ്റ്റന്റ് ആത്മീയതയെ ജനങ്ങൾക്കിടയിൽ വ്യാപകവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള ആത്മീയതയെ, ഇസ്ലാം പഠിപ്പിച്ച ആത്മീയതയെ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ആത്മീയതയെ, സ്വന്തം ജീവിതത്തെ പൂർണ്ണമായും പടച്ചതമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ദൈവികമായ വിധിവിലക്കുകൾ അനുധാവനം ചെയ്ത് ജീവിതത്തെ വിശുദ്ധീകരിക്കുക എന്ന ആത്മീയതയെ അവതരിപ്പിക്കേണ്ടത്. ആ ആത്മീയത യഥാരൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടാൽ, ആ ആത്മീയത യഥാരൂപത്തിൽ സമൂഹത്തിന്റെ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് യൂറോപ്പിലെ അമേരിക്കയിലെ മാറ്റങ്ങളായി മുസ്തഫ തൻവീർ ഇവിടെ സൂചിപ്പിച്ചത്. അതിന് നമുക്ക് കേരളീയ സമൂഹത്തിൽ അല്ല, കേരളീയ സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധനത്തിന് പോലും ഏറെ വഴികാട്ടിയായി വർത്തിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ചാൽ ഇൻഷാ അള്ളാഹ് അത് ഇന്ത്യയിലെല്ലായിടത്തേക്കും അവിടെ നിന്ന് ലോകത്തെല്ലായിടത്തേക്കും കേരളീയ സമൂഹം ഒരു എക്സ്പാട്രിയേറ്റ് സമൂഹമാണ് എന്നുള്ള നിലക്ക് ലോകത്തെല്ലായിടത്തേക്കും സന്നിവേശിപ്പിക്കുവാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാമോ, ലോകത്ത് 108ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ദുബൈയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ആ ആളുകൾക്ക് മുഴുവനും ഇസ്ലാമിനെ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുവാൻ കേരളത്തിലെ മുസ്ലിങ്ങളെയാണ് പടച്ചതമ്പുരാൻ തെരഞ്ഞെടുത്തത്. ഇവിടെ നിന്ന് നമ്മൾ ആരംഭിച്ച, കോഴിക്കോട്ട് നിന്ന് നമ്മൾ ആരംഭിച്ച സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ എന്ന സങ്കല്പം ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ 108ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ലോക മാപ്പ് എടുത്ത് നോക്കിയാൽ കേവലം ഒരു വര മാത്രമായി നമ്മൾ കാണുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെയാണ്, കേരളത്തിലെ ഇസ്ലാമിക പ്രബോധകരെയാണ് പടച്ചതമ്പുരാൻ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കപ്പെടും. നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും ആ ആവർത്തനമാണ് നമ്മളിലൂടെ ഇസ്ലാമിന്റെ വെളിച്ചം എല്ലായിടത്തും എത്തുക. അങ്ങനെ നാളെ പ്രവാചകന്മാരോടൊപ്പം ശുഹദാക്കളോടും ഔലിയാക്കളോടുമൊപ്പോ പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ ഭവനത്തിൽ സംതൃപ്തമായി ജീവിക്കുവാൻ അവസരമുണ്ടാവുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നാം നമ്മുടെ സമയവും നമ്മുടെ ബുദ്ധിയും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നതും. നിങ്ങൾ ആലോചിക്കുക, കേവലം വീട്ടമ്മമാരായി കഴിയുന്ന ഏതാനും പെണ്ണുങ്ങൾ, ഏതാനും സ്ത്രീകൾ അവരുടെ ഒഴിവ് സമയം വിനിയോഗിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഗൾഫ് നാട്ടിലെ ടെലിവിഷന്റെ സ്ക്രീനിന് മുന്നിലിരിക്കേണ്ട, അതല്ലെങ്കിൽ നൊസ്റ്റാൾജിക്കായ റേഡിയോ പ്രോഗ്രാമുകളുടെ സ്വരം കേട്ട് ആസ്വദിച്ചു നിൽക്കേണ്ട ഏതാനും സ്ത്രീകൾ അവരുടെ ഒഴിവ് സമയം ഇസ്ലാമിക ദാവത്തിനു വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് മലയാളികളുടെ പ്രത്യേക സാന്നിധ്യമായി മാറിയ സ്ത്രീ ഓൺലൈൻ എന്ന വെബ്സൈറ്റ് രൂപപ്പെടുകയായിരുന്നു. അവിടെ പെണ്ണുങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിലെ പെണ്ണിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ഞങ്ങൾ തന്നെ മറുപടി എഴുതിക്കളയാം എന്ന് തീരുമാനിച്ച ആ വീട്ടമ്മമാരുടെ ആർജവത്തെ കോപ്പിയടിക്കുവാനെങ്കിലും നമുക്ക് കഴിയുമോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അതൊരു ആർജവമാണ്. ഇസ്ലാമിലെ പെണ്ണ് സ്വാതന്ത്ര്യമില്ലാത്തവളാണ് എന്ന് പറയുമ്പോൾ വേദിയിൽ നിന്ന് പുരുഷന്മാർ എത്ര ആർത്തട്ടഹസിച്ച് അല്ല എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അതേസമയം ഈ പർദ്ദക്കുള്ളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയുടെ വെളിച്ചമിതാ എന്ന് തുറന്നു പറയാൻ പെണ്ണുങ്ങൾ സന്നദ്ധമാകുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം രൂപപ്പെടുന്നത്. തീർച്ചയായും പുതിയ തലമുറയെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞവരെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ, അല്ല നിങ്ങളെന്ത് പറഞ്ഞാലും യഥാർത്ഥ ഇസ്ലാമിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിലൂടെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുപയോഗിച്ച് ഞങ്ങൾ ആ അറിവിനെ ഇസ്ലാമിക പ്രബോധനത്തിന് ഉപയോഗിക്കുന്നതിലൂടെ യഥാർത്ഥ ഇസ്ലാമിനെ സമർപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ, നിങ്ങളുടെ ഓരോ കാൽവെപ്പുകളിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ ഇസ്ലാമിക പ്രബോധകർ എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചവരായി നമ്മൾ മാറുക. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ.
നേരത്തെ പറഞ്ഞ മുസ്തഫ തൻവീർ ഇവിടെ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ പ്രകാശത്തെ ഒരിക്കലും അള്ളാഹു